മലയാളമയത്തിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക കണ്ടക്ട് ചെയ്ത ക്യാമ്പിനെ പറ്റി കുറച്ച് ദിവസം മുമ്പേ മലയാളമയം വഴി വളരെയധികം പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടി കുറെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മാതാ അമൃതാനന്ദമയുടെ ഡിസൈപ്പിളായ അതോടുകൂടി തന്നെ വെസ്റ്റേൺ കൾച്ചറിൽ നിന്നും വന്നിട്ട് നമ്മുടെ മലയാളം വളരെ ഫ്ലുവന്റ് ആയി സംസാരിക്കുന്ന വളരെ നിങ്ങൾ എല്ലാവരും കാണാൻ കൊതിക്കുന്ന അപർണ മൽബറിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം അപർണ. നമസ്കാരം. Moment I feel very happy, glad, and I feel very blessed, and also a positive vibe. Thank you for that. Thank you for having me. And a pleasure. Firstly, I would like to know where you been grabbed to this spirituality, or soulfully you wanted the path of spirituality? ഇതാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ചെറിയ കുട്ടിയായപ്പോ ഞാൻ 3 വയസ്സ് തൊട്ട് 15 വരെ അമൃതപുരി മാതാ അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമത്തിലായിരുന്നു വളർന്നത്. അപ്പൊ അങ്ങനെ വേഗം കിട്ടിയത് അവിടെ നിന്നാണ്. ആ ഒരു കൾച്ചർ, അതൊരു ഭാഗ്യം എന്ന് പറയാം അല്ലേ? ഓ മൈ ഗോഡ്, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു ഈ ലോകത്തില് ഒരു സത്യം ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പം ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വേഗം എന്റെ ലൈഫിൽ അങ്ങനെയാണ് വന്നത്. പക്ഷെ 15 വയസ്സായപ്പോ ഞാൻ അമേരിക്കയിലേക്ക് മാറി. ആ സമയത്ത് എന്റെ ചോയ്സ് ആയിരുന്നു. ഒന്നെങ്കിൽ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ടോപ്പിക്സ് ഐ കൻ കീപ് ദാറ്റ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് 2 വർഷം ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതും പറയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞപ്പം ഞാൻ തന്നെ മനസ്സിൽ വന്ന ഡിസിഷൻ സ്പിരിച്വാലിറ്റി തന്നെയാണ് എന്റെ പാത്ത്. കാരണം അവിടെയാണ് എനിക്ക് കൂടുതലായിട്ട് സന്തോഷം വരുന്നത്. അത് എനിക്ക് മാത്രമുള്ള സന്തോഷമല്ല, മറ്റവർക്കും കൂടി കൊടുക്കാം എന്നുള്ള ഒരു ഇതും കൂടി. അതല്ലേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ജസ്റ്റ് ഐ എം സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് സർഫസ് ലെയർ തന്നെ ആയിരിക്കും. പക്ഷെ ദ പ്രിൻസിപ്പിൾസ് യു ഹാവ് ടു അബൈഡ് ഇറ്റ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ്. മീൻസ് ലൈക്ക് ബി കൈൻഡ് ടു അതേഴ്സ്. അത് വല്ലികാമ്മ പറയാറുണ്ട്, ഹണി ഒന്ന് പേപ്പറിൽ എഴുതിയാൽ അതിന്റെ മധുരം നമുക്ക് അറിയുന്നില്ല. അത് നുകരുമ്പോ മാത്രമേ അങ്ങനെ തന്നെ സ്പിരിച്വാലിറ്റി അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞാ പോരാ, അത് ആക്ഷൻ കൊണ്ട് കാണിക്കണം. പക്ഷെ അറ്റ് ദിസ് വെരി യങ് ഏജ് ഹൗ ഡു യു ഫീൽ നൗ? ഇത് എടുത്തിട്ട് പറഞ്ഞത് തന്നെയാണ് ആൻസർ, എനിക്കറിയാം. പക്ഷെ കുറച്ചും കൂടെ ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ഫ്രം യു. ലൈക്ക് ഇപ്പം ആ നുകർന്നത് എത്രത്തോളം ഉണ്ട്, ഹണിയിൽ നിന്നും എത്രത്തോളം കിട്ടിയിട്ടുണ്ട് മനസ്സിൽ? അത് നമ്മൾ എത്ര എഫേർട്ട് വെക്കുന്ന കാര്യമാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെന്താന്ന് പറഞ്ഞാൽ അപർണയുടെ ഏജ് വെച്ച് നോക്കുമ്പോൾ അപർണ സ്റ്റിൽ വെരി യങ് ഏജ് ആണ് ഇപ്പം. അപ്പം അത് എത്രത്തോളം അപർണയ്ക്ക് അത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്, ബിക്കോസ് അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക്, കാണുന്ന കുട്ടികൾക്ക് അറ്റ് ദിസ് യങ് ഏജ് ഹൗ കെൻ ഷീ ബി പോസിബിൾ ടു ടേക്ക് സോ മച്ച് ഓഫ് സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു ഹണി എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായി. അതാണെങ്കിൽ അമ്മ പറയാറുണ്ട്, എല്ലാ ആക്ഷനിലും ലോകത്തിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും 3 സാധനങ്ങൾ സംഭവിക്കണം. ഒന്ന് ഗ്രേസ്, കൃപ, ഗുരുയുടെ കൃപ. ഒന്ന് ശരിക്കുള്ള സമയമായിരിക്കണം. 3ാമത്തത് നമ്മളുടെ എഫേർട്ട്. ചിലപ്പം നമ്മളെ എഫേർട്ട് നമ്മൾ വെക്കുന്നുണ്ട്, പിന്നെ ഗുരുയുടെ ഗ്രേസ് എപ്പോഴും കാണും. അത് 24 hours ഉണ്ട്. അത് മാത്രം നമുക്ക് അറിയാൻ പറ്റും. ലൈക് ഗുരുയുടെ ഗ്രേസ് എപ്പോഴും കാണും എല്ലാവർക്കും, ഈവൻ ഇഫ് ദേ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഇറ്റ്സ് ദേർ. ദെൻ ഇഫ് സ്റ്റിൽ സംതിങ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്, വാട്ട് ഇസ് ദ തേർഡ് മിസ്സിംഗ് തിങ്? ടൈം. ശരിക്കും സമയമായിട്ടില്ല. അതേപോലെ തന്നെ ഗ്രേസ് ഇസ് ഓൾവേസ് ദേർ ആൻഡ് ദ ടൈം ഫീൽസ് റൈറ്റ്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് വർക്കിംഗ് ഔട്ട്. വൈ? നമ്മളുടെ എഫേർട്ട് നമ്മൾ വെക്കുന്നില്ല. അപ്പൊ അങ്ങനെ തന്നെ ലൈക്ക് ആസ് മച്ച് എഫേർട്ട് ആസ് ഐ പുട്ട് ഇൻടു മൈ സ്പിരിച്വൽ പ്രാക്ടീസസ്, ദാറ്റ് മച്ച് മോർ ഐ എം ഗെറ്റിംഗ് ഇൻ റിട്ടേൺ. സോ ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ ഹൈസ്കൂളിലായിരുന്നു. അപ്പം ഐ ഡിഡന്റ് ഡു എനി ലൈക്ക് this was the time in my life, 2 years I was trying to connect with Western culture. I was trying to forget my Indian background and trying to fit in with Americans. Within the American culture. In the West, I was really trying to fit in. And the thing which I forgot then is like, where do I come from? And so at that time I wasn't happy. I wasn't like even putting a thought into spirituality. Like when I think
back, I was not happy. അത് കഴിഞ്ഞപ്പം I made the decision, okay, I want to be a good person. I'm going to follow these spiritual principles. So I started putting my effort. ഇന്ന് ഞാൻ എല്ലാ ദിവസവും ധ്യാനിക്കാറുണ്ട്. അത് പക്ഷെ അത് മാത്രമല്ല, you don't have to like only ധ്യാനിക്ക to be a good person. Like you can just be a good person. So നമ്മൾ എത്ര ഇത് വെക്കാം, like effort വെക്കും, അത്രയും നമുക്ക് തിരിച്ചു തരാം. പിന്നെ ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് നമ്മളെ എഫേർട്ട് എത്ര വെക്കുന്നു അത്ര ടൈം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലേ? Time is the thing that it's also not in our hands. It goes off. The universe provides the right time. Right. So if something is not working out, it's just not the right time. It will happen when it's the right time. At least this is what I believe. Like, this is my own thing. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് അപ്പുറം എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ഡു ഹാവ് എനി കൈൻഡ് ഓഫ് ബാരിയേഴ്സ് ലൈക്ക് ലാംഗ്വേജോ അല്ലെങ്കിൽ കാസ്റ്റോ ക്രീഡോ റിലിജിയൻ എന്ന് പറയുന്നത് ഒരു ബാരിയർ ആണോ ശരിക്കും പറഞ്ഞാൽ? അത് human mind has the ability to create barriers. അത് നമ്മളുടെ മനസ്സിൽ തന്നെ വെക്കുന്ന barriers ആണ്. But we don't have to do that. Like these barriers exist because we create them. So like spirituality, the reason why I love it so much is because we can go beyond the barriers to really see the person like as they are. And just like I feel there's divinity within myself, equally or more, there's divinity within you. And that's really what I feel when I'm sitting here with you. Doesn't matter what religion I am, what caste I am, what language I am. I don't care about any of that. Yeah. Like because even Amma, she speaks Malayalam, and not many people in the world compared to how many places she goes Africa, Europe, exactly. So many languages. How do they connect with Amma? From the language of the heart. That's it. Like the barriers, they don't exist with Amma. So that's like I keep bringing her up because she's my living example. She's the only person that I know that really is the fundamental truth of all these spiritual aspects. Like she lives the talk. Exactly. And that's like the example that I am so thankful for. കുട്ടികൾക്ക് നിങ്ങളൊരു എക്സാമ്പിൾ ആയിരിക്കും ബിക്കോസ് നിങ്ങൾ തന്നെ ഒരു വെസ്റ്റേണൈസ്ഡ് കൾച്ചറിൽ നിന്ന് വന്നിട്ട് ഇതൊന്നും ഒരു ബാരിയർ അല്ല, നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ എന്നുള്ളത് കാണിച്ചു കൊടുത്തതും കൂടെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഇപ്പൊ അപർണ എന്ന് പറയുന്നത്. അതിന് നമ്മളെല്ലാവരും വളരെ ഹാപ്പിയാണ്. അപർണ, താങ്ക് യു ഫോർ ദാറ്റ് വൺസ് അഗെയിൻ. പിന്നെ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒരു ഫാമിലി ഓറിയന്റഡ് ഇതിലേക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ലൈക്ക് ഇപ്പൊ നമ്മളൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ നമുക്ക് സ്പിരിച്വൽ ലൈഫ് ഒരു ഇത് പ്രോബ്ലം ആണോ? സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഫാമിലി ലൈഫോട് കൂടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അതാണ് രണ്ടും കൂടി ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ലൈക്ക് family life എന്ന് പറയുമ്പോൾ we can also see the different dharmas, like our right action at that moment. Like family life ലാണെങ്കിൽ we can also practice spirituality. It's actually like spirituality is kind of the thing we can learn about spirituality, but when you're in like this family life, there's the actual way to practice it. So it can actually, in my opinion, build something like a beautiful relationship if both are able to have the same understanding of spirituality and work towards the same goal. And like it's the same raising children. It's like without the basic principles like show respect to one another, tell the truth, like show compassion to all living beings. These are all spiritual aspects that can be integrated into the upbringing of a child. So I believe that both can be, both can happen at the same time. ഭൗതികതയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫും ഒരേ ടൈമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? എനിക്ക് തോന്നുന്നു അതായിരിക്കും. like for myself, I would like that lifestyle, like to be able to grow with somebody and have a family raised on spiritual principles. മലനാടിലെ
ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഇൻസൈഡ്. ബിക്കോസ് നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നു നമ്മളൊരു ധ്യാനം ചെയ്യുമ്പോഴോ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുമ്പോഴും അല്ലെ. നമ്മളൊരു ഫാമിലി ലൈഫിൽ ഇരുന്നിട്ട് നമുക്കിപ്പം ചിലപ്പോൾ നമ്മളെ ഹസ്ബൻഡിനെയും നമ്മളെ കുട്ടികളെ മാത്രമേ നമ്മളൊരു വളരെ കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഫാമിലി ലൈഫിൽ അധികം അങ്ങനെ കണ്ടുവരുന്നില്ല. അപ്പം ഈ ഇത്ര യങ് ഏജില് അപർണ ഒരു സ്പിരിച്വൽ ലൈഫിനെ അറ്റൈൻ ചെയ്തു. അപ്പം വാട്ട്സ് യുവർ എയിം ഫ്യൂച്ചർ? ഫ്യൂച്ചർ എയിം എന്ന് പറഞ്ഞാൽ ലൈക്ക് this is another big thing that we practice in spirituality is like present momentലാണ് ഏറ്റവും കൂടുതൽ. അത് പ്രസന്റ് മൊമെന്റ് മാത്രമല്ല നമ്മളുടെ കയ്യിലുള്ളത്. അമ്മ പറയാറുണ്ട്, ഒരു എക്സാമ്പിൾ ആയിട്ട് അമ്മ പറയാറുണ്ട്, ഒരു മനുഷ്യൻ രണ്ടാമത്തെ നിലയിൽ നിൽക്കാം, ഫ്രണ്ട്സിനോട് പറയാന് ഇപ്പൊ വരാം, ഒരു മിനിറ്റ് ഇപ്പൊ വരാം, കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്ന് വീണു. ഇപ്പൊ ആ ഒരു ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മളെ കയ്യിലില്ല. സോ ലൈക്ക് ഇത് ഓർക്കാൻ കുറച്ച് പാടായ ഒരു കാര്യമാണ്. ലൈക്ക് ടു ബി പ്രസന്റ് നൗ. ദാറ്റ് ഡസ് നോട്ട് മീൻ to look out for future plans. Like what we do in family life, like kuttiyala, they have to go to college, they have to, so you plan, and in my opinion that's okay, but we tend to forget about now, here and now, when we are so much in the future. So coming back to your question, I am trying to really focus ipa ende jeevathil ippam on like to find the peace within myself ippateke, so that it can shine like to others. And a future plan tha varna, like I see myself in Amma's ashram, or like inspiring youth. And the biggest passion aanu ee naatinnu varuna kuttiyale like in the west to open their eyes to their own culture, because നേരത്തെ പറഞ്ഞ പോലെ I love Malayalam culture, I love Indian culture. അതെ, നമ്മള് 780 ലാംഗ്വേജസ് ഉണ്ട് നമ്മള് ഇന്ത്യയിൽ നിന്ന്. നേരത്തെ നമ്മള് ഇതിൽ സംസാരിച്ചല്ലോ. അപ്പൊ അതിൽ നിന്നും ഓൾമോസ്റ്റ് 250 ലാംഗ്വേജസ് നമ്മൾ വിട്ടുപോയി. അതേപോലെ നമ്മുടെ ലാംഗ്വേജ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റും കൂടെയാണ് അല്ലേ സത്യം പറഞ്ഞാൽ. അങ്ങനെ തന്നെയാണ്. കാരണം കുട്ടികൾ ഷുഡ് ബിലീവ് ദാറ്റ് അവരുടെ ലൈക്ക് ഡ്യൂട്ടി ആയിരിക്കണം മലയാളം സംസാരിക്കാൻ, അല്ലേ? കാരണം അത് വിട്ടങ്ങ് പോവും. ഡെഫിനറ്റ്ലി അതെ, അതൊരിക്കലും വിട്ടു പോകരുത്. കുട്ടികളെ എല്ലാരും അനുസരിക്കുക. ഞാൻ മലയാളം പഠിച്ചല്ലോ, അതുപോലെ തന്നെ നിങ്ങളും പഠിക്കണം, നിങ്ങളും സംസാരിക്കണം, അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് അറിയാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ കർമ്മഫലം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുമോ? അങ്ങനെ അടുത്ത ജന്മം എന്ന് പറയുന്ന ഒരു ജന്മം ഉണ്ടോ? അത് ഈ ജന്മം തന്നെയാണ് നമ്മുടെ ജന്മം? അതെനിക്ക് എങ്ങനെ അറിയാതെ. പക്ഷെ ലൈക്ക് ഹിന്ദു ഫിലോസഫിയിലൊക്കെ പഠിപ്പിക്കുന്നത് റീഇൻകാർണേഷൻ എന്ന് പറയുന്ന സത്യമുള്ള കാര്യമാണ്. അമ്മയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങള് ഈ ജന്മത്തിൽ തന്നെ തിരിച്ചു വരണമെന്നില്ല, അടുത്ത ജന്മത്തിലും വരാൻ പറ്റും. അപ്പൊ അമ്മ പറയാറുണ്ട്, അമ്മ എന്ന് പറയുമ്പോ ഞാൻ അമൃതപുരി മാതാമൃതാനമേ അമ്മയെ കുറിച്ചാണ്, കാരണം അമ്മയാണ് എന്റെ ടീച്ചർ. അപ്പൊ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മ പറയാറുണ്ട്, നമ്മള് ഇപ്പൊ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് പോലെയാണ്. നെഗറ്റീവ് കർമ്മസും ഉണ്ട്, പോസിറ്റീവ് കർമ്മസും ഉണ്ട്. അത് ലൈഫ് ടൈംസിലൂടെ എങ്ങനെ പോകുന്നതാണ്, അല്ലാതെ ഈ ഒരു ലൈഫിലല്ല. സോ സംടൈംസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ ലൈക്ക് മർഡർ ചെയ്തു, തിരിച്ചു വരുന്ന കർമ്മ ലൈക്ക് സംബഡി മർഡർ ദിസ് സെയിം പേഴ്സൺ അങ്ങനെ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവാൻ പറ്റും. ലൈക്ക് നെക്സ്റ്റ് ലൈഫ് ഹി കംസ് ബാക്ക് ആസ് എ ബെഗർ, ഒന്നില്ലാത്ത ഒരു, ബിക്കോസ് ഓഫ് ഹിസ് പാസ്റ്റ് കർമാസ്. അപ്പൊ നമുക്ക് we can't say why the things that are happening. We don't know. It can very well be because of the past deeds. Path of spirituality. നമുക്ക് ചില തടസ്സങ്ങൾ വരുന്നുണ്ട്, നോർമൽ ബ്ലോക്ക്. അപ്പം അതെന്തുകൊണ്ടാ, അതിനെ എങ്ങനെ നമുക്ക് നീക്കാൻ പറ്റും? അതാണെങ്കിൽ ഫോർ മീ എന്ത് സ്റ്റെപ്സ് എടുക്കണം നമ്മളത്? we have to put our constant effort. കാരണം അത് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, നമ്മളെ എഫേർട്ട് തന്നെ. But if we are not putting the effort somehow,
ഒന്നെങ്കിൽ ബുക്ക് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ അവിടെ റോഡിന്റെ സൈഡിൽ ഇരിക്കുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. If we do something, like immediately we will find the whatever you get back from that. It could be that is also, it could be immediate karma. Like I don't know, I just made that up. But നമ്മളിപ്പോ ചെയ്യുന്ന നമുക്ക് ഇപ്പൊ പറയാറുണ്ടല്ലോ, ഈ കാലത്ത് നമ്മളിപ്പോ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം ഇപ്പൊ തന്നെ കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ, നമ്മളിപ്പോ നല്ലത് ചെയ്താൽ നമുക്ക് അതിലേക്ക് പോകാനുള്ള പാത കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും കിട്ടും. Something that I do, this is like a little secret into Aparna's life. That's great. So something that I do to really keep spirituality strong in my life is, in the day, I try to remember as much as possible to pause. Oh, okay. Like whether it's you get 2 minutes in the bathroom, or you go to your room to fix your hair, something. You just pause. കണ്ണടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ കണ്ണടിക്കുമ്പോൾ കുറച്ചുകൂടി like effort ആയിട്ട്, like I'm putting more effort so it happens more. I just like sit. It can be 1 second, 2 second. ഞാനൊരു pause വെച്ച്. That's it. In a few more minutes or in 1 hour, I remember, oh, pause. So the more often you do these pauses, the longer the pause becomes. Okay. So that's a way that you can bring peace into your life every day. Guaranteed. So അതൊരു ആ ഒരു പോസ് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ പ്രോസസ് ആണോ ശരിക്കും? Meditation എന്ന് പറഞ്ഞാൽ, like when people say meditation, it doesn't have to be കണ്ണടിച്ചെങ്ങനെ ഇരിക്കുക, കുറേ നേരം ഇരിക്കുക എന്നുള്ളതല്ല, അങ്ങനെ ആവേണ്ട കാര്യമില്ല. So you can just meditation എന്ന് പറഞ്ഞാൽ one pointedness. So some people attain this through climbing a mountain because you're so like attentive. People can have this while, like anybody, you know, even you're concentrated right now. Your mind is not wandering. So that's a form of meditation. The cameraman, he's so focused on getting the perfect picture. That can be, you know, a type of meditation. Football, basketball, basket idambam, that can also be meditation, because in that moment full concentration ഒരു സ്ഥലത്തിലാണ്. അതേപോലെ തന്നെ ഈ പോസ് പറഞ്ഞാൽ just for 1 second full attention ഒരു സ്ഥലത്തില് വെക്കണം, അത് മാത്രമേ ഉള്ളൂ. കുറച്ച് നമുക്കൊരു കുസൃതി ചോദ്യങ്ങൾ, കുറച്ച് ഫൺ ക്വസ്റ്റ്യൻസ്. ശരിക്കും അമ്മയുടെ ആശ്രമത്തില് അല്ലേ ശരിക്കും വളർന്നത്? അപ്പം എന്തൊക്കെയായിരുന്നു ഫുഡ് ഹാബിറ്റ്സ് അവിടെ? അവിടെ രാവിലെ ഇഡലി, ദോശ, അങ്ങനൊക്കെ. ഇഡലി എന്ന് പറഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ഭക്ഷണം. എപ്പോഴേ ഞാൻ പറഞ്ഞു വെക്കാം, ഞാൻ എപ്പോഴാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, പ്ലീസ് give me some idli, chutney, sambar, എന്തായാലും idli. You're happy. I'm happy. No burgers, nothing. No, please no. If I'm talking too much, give me some idli, I'll be quiet. So that in the morning it was that kind of like സാധാരണ ഭക്ഷണം പോലെ തന്നെയായിരുന്നു അമൃതപുരയില്. ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, കറി, അതൊക്കെ. രാത്രിയില് കഞ്ഞി, അങ്ങനൊക്കെ. ഐ ലവ് കേരള ഫുഡ്. ആൾക്കാര് പറയാറുണ്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ ആയിരിക്കും, കാരണം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് അല്ലേ. പക്ഷെ എന്റെ വെസ്റ്റേൺ ഫ്രണ്ട്സിനെ മനസ്സിലാവില്ല എന്താ ഡിഫറെന്റ് നോർത്ത് ഇന്ത്യൻ സൗത്ത്, അറിയത്തില്ല. പക്ഷെ എന്ത് ഡിഫറൻസാ. Like usually I describe it, South Indian has like a more home cooked feel, alle ഒരു home cooked feel പോലെ. Restaurant food എന്ന് പറഞ്ഞാൽ it's more heavy. That's what I remember when I ate in North India. So even outfit ഇഷ്ടപ്പെടുന്നത് ഏതൊക്കെയാണ്? ഔട്ട്ഫിറ്റും നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലാണ് ഇഷ്ടപ്പെടുന്നത് ആണ്. It also depends on what culture. Like if I go to my school, my college, and I'm wearing full Indian dress, people will, it's like harder to maneuver. I'm from Portland, Oregon. There it will be more accepting because it's known to be weird. Portland is weird. Keep Portland weird. So if I were to go wear a sari to class, people, you know, it will be more accepted than in anywhere else in the US, I think. But how do you like a kasavu munda? It's great. I mean, when we go change our clothes, maybe I'll put one on. Oh, nice. So, surprisingly, I can also see that. പക്ഷെ നാട്ടില് ഞാൻ ഒരിക്കലും ജീൻസ് ഇടാറില്ല. ചുരിദാർ
മാത്രം. കാരണം ഒരു കൾച്ചറിൽ പോകുമ്പോൾ ആ കൾച്ചർ അല്ലേ നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ടത്. അത് എനിക്ക് മാത്രമല്ല, ലൈക്ക് ഫോർ ഓൾസോ ദ പീപ്പിൾ, ഫോർ ദ കൾച്ചർ ഐ എം റെസ്പെക്ടിങ് ദാറ്റ്. How can I wear mini skirt in India? No way. And when my friends ask what should I pack to go to India, please don't pack mini skirt. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇതൊക്കെ വളരെയധികം കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? ഓരോരോ കൾച്ചർ റെസ്പെക്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതൊക്കെ ചിന്തിക്കണം. അതെ അതെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അകലെയെങ്കിലും മനമലയുവതെന്തേ. ആക്ച്വലി ട്രൂലി സ്പീക്കിംഗ്, ഞാൻ ഈ പാട്ട് മുമ്പേ കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞ അപർണയായിട്ടുള്ള ഒരു ഇത് വേണമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പാടുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ യൂട്യൂബിൽ ഞാൻ അത് കേട്ടു. ആ പാട്ട് 2 ലൈൻസ് അതിന്റെ മൂളാണ്. കൊറേ നാളായി പാട്ട് പാടിയിട്ട്. ഓക്കെ, ഞാൻ അകലെങ്കിലും മനമലവതന്തേ കടലലെ കാന്തയായി മലനാടിലെത്താൻ ഒരു പൂവിനിതളായി കാറ്റിലയവതന്തേ മനസ്സേ നീ എവിടെ. I think I don't have an answer. മതിയോ? Like actually I think എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് എന്ന് തോന്നുന്നു. പക്ഷെ കൊറേ നാളായി പാടിയിട്ട്. പക്ഷെ വേറെ കൊറേ പാട്ടുണ്ട് മലയാളം പാട്ട്. അമ്മയുടെ എന്തെങ്കിലും ഭജൻസ് എന്തെങ്കിലും പാടാമോ? ശരി, മലയാളം ആവണോ? മലയാളം ഏതായാലും കുഴപ്പമില്ല. നോക്കട്ടെ, ഒരു ഹിന്ദി പാട്ട് പാടാം. आंसू भरे नयनों से पूछे रात शाम से, राधे श्याम ओ राधे श्याम क्यों हमको छोड़ गए. आंसू भरे से पूछे रात शाम से, राधे श्याम ओ राधे श्याम क्यों हमको छोड़ गए. വെരി നൈസ്. ഞാനും ചെറുതായിട്ട് പാടുന്ന ആളാണ്. അമ്മയുടെ ഭജൻസ് ഒക്കെ ഞാനും പാടാറുണ്ട്. അമൃതേശ്വരി അമൃതേശ്വരി ജഗദീശ്വരി സുരപൂജിതേ ശരണം. അമൃതേശ്വരി ജഗദീശ്വരി സുരപൂജിതേ ശരണം. അമൃതേശ്വരി ജഗദീശ്വരി സുരപൂജിതേ ശരണം. ഭയങ്കര ബേസായി. അപർണ, ഇത്രയും നേരം മലയാളമയൂരം ചാനലുമായിട്ട് സഹകരിച്ചതിനും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞതിനും സ്വന്തം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും അതുപോലെ വളരെ മനോഹരമായി പാടി തന്നതിനും ഒക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. മലയാളമയൂരം വ്യൂവേഴ്സിനോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ആകെ പറയാനുള്ളത്, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരോട് ഇപ്പോഴേ പറയണം, അവരുടെ ഭാഷയും കൾച്ചറും നല്ലോണം റെസ്പെക്ട് ചെയ്യണം, പ്രൗഡും ആയിരിക്കണം. കാരണം അതല്ലേ, ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് വി ഗിവ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഇത് കാണാത്തവരുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ, ലൈക്ക് റിയലി സ്ട്രെസ് ഈ മലയാളം കൾച്ചറൊക്കെ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പൊ അത് സ്ട്രെസ് ആക്കി ആണ് ഞാൻ ലൈക്ക് എന്റെ മെസ്സേജ് വെക്കുന്നത്. So please, from the bottom of my heart, I thank you all for watching and thank you for inviting me on this program. And please do share this message with anybody else who might be inspired by it. Malayalam Mayur പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. So thank you all very much. Thank you.